രാവിലെ മഴയാണ് കേട്ടോ. എന്നാൽ ഫുള്ള് മഴയാന്ന് തോന്നുന്നു. എന്നിട്ട് 2 ദിവസം തെളിഞ്ഞു വന്നായിരുന്നു. ശാമ്പവ എണീറ്റില്ല ഇതുവരെ. നോക്കിക്ക് അവിടെ എണീറ്റിട്ടില്ല. ബഹളം കേൾക്കാം. എല്ലാവരും സ്കൂളിൽ പോകാനുള്ള തിരക്കിലാണ്. നീ ഷാമ്പൂയും കൊണ്ട് വരുമോടി? നീ ഷാമ്പൂയും കൊണ്ട് ഇറങ്ങി വരാം. ഞാൻ ഇവളെയും കൊണ്ട് ഇറങ്ങി പോട്ടെ. അഞ്ചു നീ പോന്നാ പോക്കോ. അവിടെ പോയി ആ ബസ് നമ്മൾ കാണുന്നതാണല്ലോ. ഇങ്ങോട്ട് സ്കൂൾ ബസ് എങ്ങനെയാന്ന്? ഡ്രൈവറെ പിടിച്ച് ഇടിക്കുമോ? എന്നാ ഇറങ്ങിക്കോ. താഴെ പോയി നോക്കിയെന്നാ. അവളൊന്നും എപ്പോഴും മരത്തില്ലെന്ന് തോന്നുന്നു. അവളൊരുങ്ങി പിന്നെ അവളെ കൊണ്ട് അവൾ 5 മിനിറ്റ് കൂടെ എടുക്കും. ഒരു 7:30 ടീച്ചർ പറഞ്ഞത്. 7:20 ആയതുള്ളൂ. 5 മിനിറ്റ് പോരെ അങ്ങോട്ട് ഇറങ്ങാൻ. 25 പോകാൻ പറയും. 5 മിനിറ്റ് അവളെ കൊണ്ട് നേരത്തെ ഇറങ്ങി എന്നെ കുഴപ്പം. അവിടെ പോയി നിന്ന അയ്യോ അവിടെ പോയി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അലമ്പ. നോക്കട്ടെ 21 രണ്ടാവും പോയേക്കാം. ഓ ചുമ്മാ നീ വാടി. അതൊക്കെ നമുക്ക് ആലോചിക്കാം. നീ വാ. നീ സ്കൂളിൽ പോകുന്നുണ്ടോ? അതാ പറ ആദ്യം. നീ സ്കൂളിൽ പോകുന്നുണ്ടോ? എടി പോടി. പിടിച്ചോടി അവളെ. ഇല്ല എന്നാ നീ വരുന്നോ? ആ കേട്ടോ. എന്റെ കയ്യിൽ അവളെ പിടിക്കത്തില്ലല്ലോ. കണ്ടില്ലേ? പൊക്കോ. പിടിക്കണ്ട. പൊക്കോ. നടന്നു പോകല്ലോ. നീ പിടിക്കണോ? ചേട്ടൻ എന്തിയാ? ഞാൻ വീട്ടിൽ പോവാ. സ്കൂളിൽ പോവാ. അപ്പ നിന്നോട് നിൽക്കാൻ പറഞ്ഞേ. നിൽക്കണ്ട. പയ്യെ പോയാൽ മതി. ഇന്ന് നീ നേരത്തെയാ. കുഴപ്പമുണ്ടോ? നാരായണ ബസ് കയറ്റി വിടുന്ന കാണണോ? കാണിക്കേ. താഴെ ഇവിടെ അല്ല. ജയൻചേട്ടനല്ലേ? ജയൻചേട്ടനാ? ഏയ് ജയൻചേട്ടൻ താഴത്തെ എണീറ്റില്ലേ? ഏതായാലും ജയൻചേട്ടൻ കൂട്ടുകാരൻ ഇവിടെ നിന്റെ ബസ് ഓടിക്കുന്ന ഡ്രൈവർ. ജയൻചേട്ടൻ. അതല്ലേ? ആരാ? ആരാ? ജയനങ്കിൾ. ജയനങ്കിൾ ആരാ? ജയൻചേട്ടൻ ആരാ? ജയനങ്കിൾ എനിക്കറിയത്തില്ല ജയൻചേട്ടൻ ആരാണ്.
അവൻ്റെ അടുപ്പുക എടി അവനോ ചേട്ടൻ ആ ചേട്ടൻ എന്ത് ചെയ്യാ അത് മറ്റേ പലഹാരങ്ങൾ എടുത്ത് വണ്ടിയെ വെച്ച് കൊണ്ടുപോവാ. അല്ല അതെന്താ പലഹാരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോട്ടലിലൊക്കെ കൊടുക്കാൻ വേണ്ടി. പൊറോട്ട ആ പൊറോട്ട അല്ല, ഉഴുന്നുവട, ഉള്ളിവട. ചായയോട് കഴിക്കുന്നത് ഹായ് ചേട്ടാ. ആ ചേട്ടൻ പണിക്ക് പോയിക്കോട്ടെ, ഇവിടെ വെറുതെ വിട്. ബസ് എവിടെ? ബസ് ഇപ്പം വരത്തില്ല, സമയമായില്ല. നാളെ ഉള്ളൂ. നാളെ വരും. നാളെ ഇന്ന് തന്നെ, നാളെ എന്നാന്ന് അറിയത്തില്ലാത്തവളാ. ഇവിടെ വന്നാൽ മതിയേ, ഞാൻ പറഞ്ഞു തന്നാൽ മതി. എവിടെ? ഇവിടെ വന്നു. ഇവിടെ അവിടെ വന്നു. ഇവിടെ വന്നോ? വേണ്ട ഇവിടെ വന്നു. വേണ്ട, അവിടെ വന്നോളാൻ മതി. അവിടെ വന്നു. ഇവിടെ കയറ്റി വിടട്ടെ. വാച്ചുണ്ടോ? സമയം നോക്കിക്കോണം വണ്ടി കറക്റ്റ് കയറുമ്പം. അവിടെ നിന്നോണം കേട്ടോ. ഇല്ല, വരുമ്പോ പറയാം. ഓട്ടർഷ മീനോ മീൻ വന്നില്ല. മീനോ ഇപ്പം മീൻ കാണണം അല്ലേ? മീൻ വണ്ടി. മീൻ വരുമായിരുന്നു. നമുക്ക് ശ്യാമളമ്മയ്ക്ക് മേടിച്ചോണ്ട് പോയായിരുന്നു. ശ്യാമളമ്മ ഇന്നലെയും പറഞ്ഞ കേട്ടോ, മീൻ ഇച്ചിരി ചോറ് മീൻ കൂട്ടി. മീൻ വണ്ടി എന്ത് ചെയ്യുന്നു? എനിക്ക് ഫോണൊക്കെ വെക്കാൻ സൗകര്യമുണ്ട്. വണ്ടി വന്നോ? പേടിയാന്നേ അവർക്ക്. അതാ ഇവള് വണ്ടി വേണ്ടെന്ന് പറയുന്നത്. അവിടെ വന്നോ? നീ അവിടെ വന്നു. ജയമ സ്കൂളിൽ പോവാടി. യൂണിഫോം കിട്ടുമല്ലേ? യൂണിഫോം ഒക്കെ ഇട്ടോണ്ട് യൂണിഫോം തന്നെ മൊത്തത്തിൽ ഇത് ഇട്ടോണ്ട് നാളെയല്ലോ 1-ാം തീയതി. യൂണിഫോം ഇട്ടെ. നാളെയാണോ? ബസ് വരുന്നതിന് മുന്നേ വരുന്നുണ്ട്. സമയം നോക്കിയടി. 35 എടി കയറില്ലേ? ഇത് നിന്റെ വണ്ടിയല്ല, നാരായണ വണ്ടി. ഇവിടെ ഓർത്ത് ഇവിടെ വണ്ടിയാണ്. വണ്ടി വിട്ടിരുന്നെങ്കിലോ? നിന്നോട് ആരും ഇറങ്ങി വരാൻ പറഞ്ഞ അവിടെ നിന്ന്? അവിടെ നിർത്തിയല്ലേ എന്നെ? പോയി അവിടെ നിൽക്കടി. വേണ്ട, ഇവിടെ ഒന്നും ഇനി വണ്ടി വന്നങ്ങനെ കയറില്ല കേട്ടോ. വണ്ടി വന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്നു. മോൻ്റെ ബസ് അല്ലത്. മോൻ്റെ ബസ് വരുന്നുള്ളൂ. ചേച്ചിപ്പൻ്റെ ബസ് അത്. ചേച്ചിപ്പൻ്റെ ബസ് പോയി കഴിഞ്ഞിട്ടാണ്. 35 അല്ലേ? 33 ആയുള്ളൂ. 25 ആകുമ്പോൾ ഇറങ്ങിയ പോരെ? 33 കഴിഞ്ഞു. 33 ആക്കി വരണം. 4 ആയിരുന്നു. 25 താമസിക്കരുത്. ചേട്ടാ നിങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയാൽ മതി. ഒരുമിച്ച് വേണ്ട. അവിടെ ആര് പോകാൻ? നമ്മൾ മൊത്തം 2 പേര് പൊക്കം അവിടെ നിന്നോളാന്നാണ് അവള് പറയുന്നത്. എന്നിട്ട് വേണം കണ്ട വണ്ടി കെട്ടിപ്പിടിക്കാൻ. നീ എന്നാ പറയുന്നത്? മനസ്സിലായില്ല. നീ പോയിട്ടാടി പോന്നേ? നീ പോന്നുണ്ടോ? എന്നാ പോട്ടെ. ഓടി വന്നോ അവിടുന്ന് ബസ് കെട്ടിപ്പിടിച്ചു. അത് ഒന്നും വരുന്നതല്ല. അപ്പൊ അവളോർത്ത് അവളുടെ ബസ്സാണ്. അങ്ങനെ ഓടല്ലേ
കേട്ടോ എന്റെ കൊണ്ടല്ലേ. വരും ചിലപ്പോൾ നാരായണിക്ക് എന്നാ ഒരു 10-15 താമസിച്ച അപ്പുറത്തുനിന്ന് കയറാം. ഇനി തിരിച്ചില്ല കൂടെ ഇനിയും പോകും. ഇനി വരത്തില്ല, അവൻ ആ വഴി അതിലേ വരത്തുള്ളൂ ഇനി. അപ്പം അതിലേ വേണം അല്ല, പോവാം. ഈ വരവ് അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇങ്ങോട്ട് പുത്തഞ്ചന്ത പുത്തൻചന്ത. ആ ഇതാ ഇപ്പം പുത്തൻചന്തയ്ക്ക് പോകും അങ്ങോട്ട്. അത്രേ ഉള്ളൂ. അങ്ങോട്ടുള്ളതാ പറഞ്ഞേ. വണ്ടന്മാൽ വരെ ഉണ്ടോ അറിയത്തില്ല. അങ്ങോട്ട് പുത്തൻചന്ത വഴിയേ പോകുമെന്ന് പറഞ്ഞു. അവൾക്കിപ്പോൾ പോയിട്ട് അറിയാമല്ലോ ഇന്നത്തെ ദിവസം. അത് കഴിഞ്ഞ് വൈകിട്ട് ആ പാലത്തെ കൂടെ ആയിരിക്കും പോകുന്നത്. വൈകിട്ട് അതിലെ കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ അവൾക്ക് അവിടെ ഇറങ്ങാം, എന്നിട്ട് ഇങ്ങോട്ട് നടന്നു വന്നാൽ മതി. മതി. ഇവള് തിരിച്ച് പിള്ളേരെ എല്ലാം ഇറക്കി ഇവിടെ വരുന്ന സമയം കൊണ്ട് അവൾക്ക് വീട്ടിൽ വരാം. ഇതിലേ വരും. ഇതിലേ വന്നല്ലേ വണ്ടന്മാലിന് പോകത്തുള്ളൂ. പിന്നെ ഇതിലെ എന്നാലും വരും വണ്ടി. പക്ഷേ ഇതിലെ ചിലപ്പോൾ ഒരു 15 മിനിറ്റിൻ്റെ വ്യത്യാസം കാണും. പിന്നെ 15 ചിലപ്പോൾ അരമണിക്കൂറിൻ്റെ വരെ വ്യത്യാസം കാണും. ഇപ്പോൾ ഈ വണ്ടിയില്ലേ, ഈ വണ്ടി ഇപ്പോൾ 7:35 അല്ലേ പോയേ. ഇത് ശരിക്കും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 7:33 ഇവിടുന്ന് പോയേ. ഈ വണ്ടി ശരിക്കും മുണ്ടക്കത്തുനിന്ന് പോകുന്നത് 8:15 8:10 വേണ്ട 7:45 8 എടി ബസ് വരട്ടെ കേട്ടോ. ആ ബസ് വരും. ബസ്സിൻ്റെ നിറമെല്ലാം മഞ്ഞയാണ്. എനിക്കറിയത്തില്ല. വരിക്കാനൊക്കെ പോകുന്നുണ്ടോ? വണ്ടമ്പതാൽ 8 മണി, കരിനില 8 മണി, പുത്തൻചന്ത 8:10. 8:10 ഇവിടുന്ന് പോകും. ആ അതാ പറഞ്ഞത്. 8:15. അപ്പൊ അതാ പറഞ്ഞ 8 മണിക്ക് ഇറങ്ങിയാലും മതി ഇവക്ക്. വരിക്കാനി കവലായിരിക്കും ചിലപ്പോൾ. അതിൽ ചിലപ്പോൾ എങ്ങനെയാണെന്നറിയോ, ഈ കരിനിലം വഴി അങ്ങോട്ട് പോയിട്ട് വരിക്കാനി വഴി തിരിച്ചു വരുമായിരിക്കും. അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് വേണേലും ഇറങ്ങാം. അല്ല ഇവിടെ നിന്ന് കയറിയാൽ മതി. ബസ് സ്റ്റാൻഡിൽ നിന്ന് 8:10 AM 8:15 AM അങ്ങനെ പിന്നെ 8:15 ഇവിടുന്ന് പോകുള്ളൂ. അതാ പറഞ്ഞേ. എടി 8 മണിയാകുമ്പോൾ വന്നാൽ ഇവർക്ക് ഇവിടെ നിന്ന് ചിലപ്പോൾ കിട്ടുക വേണ്ടി. ബസ് വരും. ശരിയാ. പുത്തൻചന്ത 8:10 വരുന്നത് മനസ്സിലായോ? 8:10 ഇവിടെ 8 വന്ന് നിന്നാൽ മതി. വെറ്റി വിടണേ. ഇന്ന് ഞാനല്ലേ വെറ്റി വിടണേ. ഇപ്പോൾ സമയം നോക്കാം. അപ്പോൾ അറിയാം 5 മിനിറ്റിൻ്റെ വ്യത്യാസം അല്ലേ. 40 33 35 5 8 മിനിറ്റ് വ്യത്യാസം. അത് വെട്ടിയല്ലേ കാറ്റത്തൊടിഞ്ഞു വേണം. എവിടെയാ? ആ കുമ്പളി രസമുണ്ടല്ലേ. സ്കൂളിൽ പോയി. ഹലോ ടൈം
മഴ 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 മഴ. ഇന്ന് വ്യാഴാഴ്ച തിരക്ക്. ഞാൻ എല്ലാ വർഷം 1000 രൂപ കൊടുക്കുന്നത്. ആ ചുരുക്കം 1000 രൂപ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നോട്ടീസിൽ രണ്ടുപേരും പോയോ? ആ പോയി. വീഡിയോ ചോദിക്കുവാണ് അയച്ചു കൊടുത്തേക്ക്. ഇല്ല ഓടാ. ആ പോകുന്നേ ഉള്ളൂ. ഹോട്ടലിൽ പോയി. ആ എപ്പം വരുന്ന രാവിലെ 5 മണി തൊട്ട് തുടങ്ങും അല്ലേ? എപ്പം പോകുന്നേ? 7 മണിക്ക്. ഭക്ഷണമെല്ലാം ഇവിടെ മേടിച്ച് വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ കഴിക്കുമോ? ഭക്ഷണം പോയി കഴിക്കാനുള്ള ടൈം പോലും ഇല്ല. ഇവിടെ ഫുൾ ടൈം നിൽക്കുക. എന്നിട്ട് കഴിച്ച കസേര വെച്ചിട്ട് കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. കറി പോലും എടുത്തിട്ടില്ല. ഈ പാർക്കിങ്ങിൻ്റെ സെക്യൂരിറ്റിയാണ്. പുള്ളി 5 മണിക്ക് വരുന്നതാണേ. പുള്ളിയാണെന്ന് പൊറോട്ട മേടിച്ച് ഇതേ വെച്ചിട്ടേ കസേര വെച്ചിട്ടേ കഴിക്കാൻ വരുമ്പോൾ ആൾ വരും. ആ അതുകൊണ്ട് പുള്ളി കുറേ കറിയുണ്ട്, കറി എടുക്കുന്നില്ല. കറി എടുക്കാതെ പൊറോട്ട പച്ചയ്ക്ക് തിന്നു. ഓരോന്നും അത് കുറച്ച് എടുത്ത് കഴിച്ച് തിന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആൾക്കാർ വരുന്നത്. അപ്പോൾ അവിടെ ഇട്ടിട്ട് പോകും. ആരാണ് വണ്ടി ഇതിലെ പാസ് ചെയ്യും? അതല്ലേ? ആ അതേ വരുന്നു. ആരാണ് ഇപ്പോഴാണ് പോകുന്നത്? ആ വണ്ടിയാ. കഷ്ടമുണ്ട് കേട്ടോ. ഈ സമയം നോക്കി കൊച്ചിനെ 8:14. ആ ഇപ്പോൾ 8 മണിക്ക് ഇറങ്ങിയാലും നമുക്ക് പോകാം. ഇവിടെ വന്നാൽ മതി. ഇത് അവിടെ ഉണ്ടാവും. നോക്കട്ടെ ആണ്ടിരിക്കുന്നു. കണ്ടോ? നോക്കുന്നുണ്ട്. ഇവിടെ എടുക്കാൻ കഴിയില്ല കേട്ടോ. ആ ഇതല്ല വേറെ വണ്ടിയാണ്. കൊച്ചു പറഞ്ഞ കേട്ടോ, പനി പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ, നാളെ സ്കൂളിൽ പോകണ്ടല്ലോ. രാമളമ്മയ്ക്ക് സന്തോഷമാവും. മീനില്ലാതെ വലിയ പാടാ. ഇന്നലെ പറയാ. പക്ഷെ മീനും ചാക്കരി ചോറൊന്നും വെക്കുന്നില്ല. ഓളാ മീനുണ്ടല്ലോ അത് മതിയെന്നേ. ചാക്കരിയൊക്കെ ചുമ്മാ ഒരു എക്സ്ട്രാ പെറ്റിങ്. ഇത് നാരായണ പഴയ സ്കൂളിലാണോ? ഇത് സ്കൂൾ ബസ്സുകളാ അല്ലേ? ജീവൻ ജ്യോതി. ഇത് മറ്റേ ഇവിടുത്തെ എരുമയില്ലേ? ആ ഓ ഈ സമയത്ത് പോയാൽ മതി അല്ലേ? പക്ഷെ അതിലല്ല വണ്ടി വരുന്നത്. ഇല്ലയാ
എരുമേലിലൊരു സ്കൂളുണ്ടല്ലേ ഷാംബോയ്ക്ക് ജീവൻ ജ്യോതി ഷാംബോയ്ക്ക് പോകുന്ന കൂട്ടം സ്പെഷ്യൽ സ്കൂളാണ്. പക്ഷേ അവിടെ ആ ചെറിയ വണ്ടി വേണമല്ലോ അത്. പക്ഷെ ആ വണ്ടി അതിലേ വരുന്നുണ്ടാകത്തുമില്ല. അതിൽ നല്ല സ്കൂൾ നമ്മൾ ഷാംബോ ഇപ്പോൾ ഉള്ള. പക്ഷേ ഇച്ചിരി ദൂരെ കൂടുതല. ഇത് വലിയ ദൂരെ കൂടുതലൊന്നുമല്ല. ഒരു എരുമേലി ആകുമ്പോൾ ഒരു 15 കിലോമീറ്റർ, മറ്റേത് ഒരു 20-22 കിലോമീറ്റർ. രണ്ട് ദിവസം മാത്രം മഴ പെയ്ത്, പിന്നെ ഇതാ അവസ്ഥ. ആരും വിളിക്കട്ടെ, അങ്ങോട്ട് പോകാൻ മഴയല്ലേ ബാഗിനകത്താ. ഈ അവസ്ഥ ഉണ്ട്. അടുത്തേ ഓടിയതാ. ശ്യാമളമ്മ മീനില്ല, നമ്മളിവിടെ നിൽക്കുകയല്ലോ കേട്ടോ. പൂച്ചയാണോ ഇല്ലയാണോ എനിക്കത്തില്ല. പക്ഷെ മീൻ വേണം എപ്പോഴും. അതെ, അതുകൊണ്ടല്ലേ മേടിച്ചേ. ശ്യാമള പറഞ്ഞിട്ട് മേടിച്ചല്ലോ. ഇനി മറ്റേ അശരീരി കേട്ട് മേടിച്ച. അശരീരി ഉണ്ടാവും ഇടയ്ക്ക്. മറ്റേ ഇതിലൊക്കെ കാണുന്ന പോലെ പഴയ സീരിയലിനകത്ത് കാണത്തില്ലേ, രാമായണ മഹാഭാരതത്തിനകത്തൊക്കെ. എന്ന് പറഞ്ഞ് ഇടയ്ക്ക് കേൾക്കാം. ഒരു ശാക്കെല്ലാം ചാക്കരിച്ചു. മീൻ കുളമ്പാ. അവൾക്ക് പ്രശ്നമൊന്നുമില്ല. അവള് പിന്നെ രാവിലെ മഴയാ, 2 ദിവസത്തെ വെയിലുണ്ടായിരുന്നു. കഴിവുണ്ടല്ലോ പാത്രം. ഇത്രയും വലിയ ചെറിയ സ്പൂൺ പോലെ ഇടാനുള്ളത്. വലിയ സ്പൂൺ പാത്രം കഴിവുണ്ടല്ലോ ശ്യാമളമ്മയുടെ. മീനുണ്ടായാലേ കഴിക്കുള്ളൂ, അല്ല കഴിക്കുകയില്ല. മത്തോലി എയർ ഫ്രൈ ചെയ്യുന്നത് ഇച്ചിരി ടേസ്റ്റൊക്കെ കുറയും. പക്ഷെ സംഭവം കുഴപ്പമില്ല, എണ്ണ ഇല്ലാത്തതുകൊണ്ട്. മഴ കുറച്ച് കഴിയുമ്പോൾ അത് മൂക്കാവും. ഇനി എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, ചെറുതായിട്ട് വേണമെങ്കിൽ എണ്ണക്കകത്ത്, ചെറിയ എണ്ണക്കകത്തിട്ടാൽ ഒന്ന് ഇതിൽ വരുത്താൽ മതി. അപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഫ്രൈ ആയി പോകും. ഇപ്പം വെയിലായിരുന്നു, പെട്ടെന്ന് കയറി അങ്ങോട്ട് മഴ വരുന്നത്, പിന്നെ നല്ല കാറ്റും. ഇത്രയും നേരം വെയിലായിരുന്നു. എപ്പോഴാണ് വെയിൽ വരുന്നത് എപ്പോഴാണ് മഴ വരുന്നത് പറയാൻ പറ്റില്ല. ശക്തമായ മഴയാണ്. അപ്പം കൊണ്ട് ഇവിടെ ചുമലയായി, അപ്പം കിട്ടുന്നുണ്ട് ചുമല. അപ്പം ഇത് നേരെ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് കൈ പിടിക്കല്ലേ, കിട്ടത്തില്ല. ഇവിടെ ഈ താഴെ പിടിക്കാവുള്ളൂ. ഇവിടെ വെച്ചാൽ മറിഞ്ഞു പോകും. ഇങ്ങോട്ട് കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഇത്രയും കേസേ ഉള്ളൂ. ആ ചുമലയായിരിക്കണം വേണ്ടാല്, അത് നോക്കണം. വീണ്ടും ചെക്കിയാ ഓഫാവും. വീണ്ടും ഇപ്പം എല്ലാം പറഞ്ഞ പോലെ ശാണമേ കിടന്നോ, കുട്ടി കിടന്നോളൂ, ആവോളം കിടന്നോളൂ. എന്നാടാ
ചിപ്പു തുറന്ന് നീ നോക്കും നേരം. ഓക്കെ. പോം. ഫോൺ എടുത്തോ? അതെ, ഒരിടത്തിന് 100 കൊടുത്താൽ മതി. ഉണ്ടാക്കുമല്ലേ കണക്കിന്? അതെ, 100 രൂപയ്ക്ക് മേടിച്ചു അത് അമ്മ കളഞ്ഞിരുന്ന. ഞാൻ പോയി തപ്പി പിടിച്ച് എടുത്ത് നോക്കി ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ 5 6 എണ്ണം ഉണ്ട്. ഞാനും കയറട്ടെന്നോ. ഓക്കെ ഓക്കെ. അതിന് പിന്നെ പുള്ളിക്ക് തന്നെ വയ്യ. അന്നേരം അതിന് കെട്ടോ. ആ ഇപ്പം ചൊറു നിന്ന ടീമാ. എവിടെ പോയാ? ആ ഇന്നുണ്ടായിരുന്നോ? എന്നും ഉണ്ടോ? എന്നും എവിടെയാ? സർ അല്ലാതെയോ? വേദന ആ ചെയ്യുമ്പോൾ നല്ല വേദനയാ. ശാംഭവി പറ്റത്തില്ല. ആ എന്നാ ആ നിറച്ചും പിള്ളേരുണ്ടല്ലോ. ഉണ്ടോ? ആ ഏറ്റവും മോനെ. ആ ആ ആ ഇതപ്പോൾ ഇല്ലേ വരുന്നത്? 26 കൂടി ഇങ്ങനെ കറങ്ങി വരുന്നതാണോ? സ്കൂൾ ബസ്സുകളാണ് ഇപ്പം എല്ലാം കാണുന്നത്. എവിടെയാലും കയറി ഫ്രണ്ടിൽ പോ. അഞ്ച് മണിക്കാണ് ബസ് വരുന്നല്ലേ? പിന്നെ എപ്പോഴാണ് വിട്ടേന്നറിയോ? 3:30. നിങ്ങൾക്കൊക്കെ അല്ലേ സ്കൂൾ ബസ്സിന് പോകാൻ ഭയങ്കര ഇത്. ഇപ്പൊ കണ്ടില്ലേ എത്ര മണിക്കൂർ എടുത്ത് ഞാന് ബസ്സിൽ 1 മണിക്കൂർ ഇരുന്നിട്ടാ ബസ് എടുത്തേ. അതിന് തന്നെ അങ്ങനെ സംഭവിച്ചേ? എന്നും അങ്ങനെ തന്നെ. ആണോ? ഞാൻ ഇവിടെ ഒരു കട വരെ വന്നായിരുന്നു. പെട്ട് മഴ. നീ ഒന്നും മേടിക്കാനില്ലല്ലോ? കൊച്ചെന്നെ എടുക്കുന്നു. അവളവിടെ അല്ലേ? ഹോസ്റ്റലല്ലേ? ആരെന്നറിയോ? എൻ്റെ കൂട്ടുകാരി അനിയൻ്റെ അമ്മ പത്തി പിടിച്ചേ. നമ്മളങ്ങനെ സാധനമെല്ലാം മേടിച്ചു. വീണ്ടും തിരിച്ച് കണ്ടുമുട്ടി. ഇനിയൊന്നുമില്ലോ. എല്ലാം മേടിച്ചെന്ന് തോന്നുന്നു. നീ ഒന്ന് 5:45 6 കൂട്ടിക്കോ.
ഇപ്പം അഞ്ചായോ? 5 ആവുന്നതേ ഉള്ളൂ. പക്ഷേ ഇനി എൻ്റെ ഇതിലാണോ അതെ 4:53. എത്ര നേരം നിൽക്കണതിന്? എന്നാൽ പോയിട്ട് വരാം. എനിക്കിപ്പം കയറി ഇറങ്ങി നടക്കാമെന്ന് പറഞ്ഞാൽ ഒരു വിഷയമുള്ളതല്ലേ. അവളിവിടെ ഉണ്ട്. ക്യാമറയ്ക്ക് പിന്നിൽ ശ്യാമള സദാശിവൻ. നീ എന്നെ നേരത്തെ പോരുന്നേ? എടീ അവള് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ജയൊക്കെ കയറിപ്പോയി. നാരായണി വന്നു പറഞ്ഞു. ഞാനിവിടെ പോസ്റ്റ്. ഫ്രോക്കുകൾ പിന്നെ രാജലക്ഷ്മി ആൻറ്റി തന്ന എനിക്ക് തന്ന ഫ്രോക്കുകളാട്ടോ മേടിക്കാൻ പറഞ്ഞായിരുന്നേ. ആൻറ്റി തന്ന ഗിഫ്റ്റാണ്. എങ്ങനെയുണ്ട്? ഇവക്ക് ഇത് കൂട്ട് വേണമെന്നോ ഇവക്ക് ഇത് കൂട്ടാ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം കൂടെ. എപ്പോഴാ? ഓക്കെ ശാമ്പുവീട് ഒന്ന് കാണിച്ചേ. സമയം പോകാറായെന്ന് പറഞ്ഞേ. ഇത് ശംഭുവിൻ്റെ പിന്നെ എനിക്ക് തന്നെ കിട്ടില്ല. നീ കിട്ടും. ഓക്കെ എന്നാണ്ട് കൊച്ചിനെ നോക്കി ബസ്സിനാ അല്ല എന്നാണ്ട് ആ നടക്കട്ടെ. ആണോ? ആ ഞാൻ പറഞ്ഞ നീ അത് ക്ഷീണിച്ചല്ലോ. ജിമ്മിൽ പോകുന്നുണ്ട്. ആ ഓക്കെ ചേട്ടൻ വന്നു. അവൾ ഭയങ്കര ബ്ലോക്കായിരുന്നേ. അന്നേരം ഞാൻ പമ്പി മിറ്റത്ത് അവള് മുള്ളിൽ പോയി. വണ്ടിക്കൂലി ഇപ്പൊ തന്നെ കുഴപ്പമുണ്ടോ? തന്നേക്ക് എത്രയാ? ഇപ്പൊ 2 എത്രയാ കൊടുക്കുന്നത്? 1500. അത് കുഴപ്പമില്ല. ചേച്ചി നാളെ ഞാൻ കൊടുത്തേക്കാം. നാളെ രാവിലെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു എനിക്ക് മുള്ളണോ, പക്ഷെ മറ്റേ കലിങ്ക് പണിയുന്നില്ലേ അവിടെ ഇപ്പൊ വഴിയിൽ ചെന്നപ്പോഴത്തേക്കാണ് ചോറിയൊക്കെ പറയും. ശരിയേ, രാവിലെ വരുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ. പൈസ ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? വണ്ടി കയറും. ഞാൻ ബാഗ് വന്നെടുക്കട്ടെ.
ഇറങ്ങിയോ ഒന്നും വൈകിട്ടില്ല. ശാമ്പവി ഇച്ചിരി താമസിക്കുന്നുണ്ടല്ലോ വരാനായിട്ട്. എൻ്റെ അമ്മേ വന്നെന്ന് തോന്നുന്നു. താഴെ ആ വന്ന് അപ്പടാ അതേ കയറി ഒന്ന് ഓടി വരുവാ എൻ്റെ ദൈവമേ. പതിയെ ഓടണ്ട. പൊന്നെ ഓടണ്ടടാ, പതിയെ വന്നാൽ മതി. എന്നാ നീ കാണിച്ച് വെക്കുന്നൊക്കെ? ബസ്സേ നീ ബസ്സേ മുള്ളിയ കാര്യം ഞാനിവിടെ അറിഞ്ഞു. അതെന്നാ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ മുള്ളാഞ്ഞേ സംഭവം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. ആണോ? ഷോ അതൊക്കെ സ്കൂളിൽ നിന്ന് നേരത്തെ ബുഷൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൊച്ചിന്. ദൈവമേ സാരമില്ല പോട്ടെ കേട്ടോ. ഇനി അങ്ങനെ ചെയ്യണ്ട. സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ബാത്റൂമിൽ പോകണം കേട്ടോ. ടോയ്ലറ്റിൽ പോകണം. ഓക്കെ എവിടെയോ? ഓക്കെ ഇത് പിടിയെന്നാ വേണമെങ്കിൽ എന്നതാ പിടിക്കണ്ടേ? ഒന്നും പിടിക്കണ്ട. പോ ഒരു ലോഡ് സാധനം ഉണ്ടോ? ഒന്നാമത് അത് സാധനം മേടിച്ചൊക്കെ എൻ്റെ ഇരിക്കുമല്ലേ അത്. ഇവളുടെ ബാഗില്ലേ ഇതെല്ലാം ഞാൻ എടുക്കണ്ട. നീ ഒന്നുമില്ല, നീ കൈ മിഷീൻ പോകുന്നില്ലേ? നോക്കി എന്നിട്ട് കയറി പോകും. വിളിച്ചിട്ട് പോകണ്ടേ? എൻ്റെ ഫോണുണ്ടല്ലോ. ആ എന്നാ ശരി. ഇനി നൈസായിട്ട് ഊരാൻ പറ്റുന്ന സമയത്ത് ഒരു ദേഷ്യമില്ല. വിളിച്ച് മനോഹരൻ്റെ ഇവിടം വരെ കയറ്റി വിട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. എത്ര നേരം? 1 മണിക്കൂറായിട്ട് ഞാൻ ബാഗും തൂക്കി. എന്ത് സാധനം ഉണ്ടെന്ന് പറഞ്ഞോണ്ടോ ഇത്? ഇതൊന്ന് തൂക്കി നോക്കി, പിടിച്ചു നോക്കി. അറിയാമല്ലോ. അപ്പൊ എന്നെ ചേട്ടാക്കി വിളിക്കാവോ? അവിടെ നിൽക്കുന്ന ഞാൻ കയറി പോകുന്നു. ഇവിടെ വിളിക്കണം. തിരിച്ചിറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ പതി വരുമ്പോ ഓടി വരും പുള്ളി. ഞാൻ ഓടി വരുമല്ലോ. കൊച്ചിനെ വിളിക്കണ്ടായിരുന്നോ? ചേട്ടാ എന്നെ പറഞ്ഞു പോയിട്ട് തിരിച്ചിറങ്ങി വരാം. പോയിട്ട് തിരിച്ചു വരാൻ നീ എന്നെ കണ്ടില്ലോ. പിന്നെ അങ്ങനെ ഞാൻ കയറി വരുന്നേ? എല്ലാവരും ഈ പ്രശ്നം പറയുന്നത് നല്ല കഴിപ്പ്. പയ്യെ മടുത്ത് കയറി വരുവാ. എങ്ങനെയാലും വീട്ടിൽ ചെന്നൊക്കെ എത്തണമെന്നുള്ള നിന്റെ കൂടെ ഒരു വഴിക്കാനില്ല. ഉറപ്പാണോ? ഇല്ല ഇല്ല ഇല്ലെന്നല്ലേ പറഞ്ഞേ. ഇനി പറയണോ? എന്നാ പിടി. വയറാൻ പറ്റുമോ? ആക്രി സാധനങ്ങൾ ഇഷ്ടം പോലെ കിട്ടി. അതിനാണ് വെയിറ്റ് മൊത്തവും. അത് കുഴപ്പമില്ല. മീൻചാറട്ടെ. ഞാൻ ആരോടും പറയാൻ മീൻചാറ് അടിപൊളി കേട്ടോ. ധാര മേടിച്ചെന്നേ? ആര് മേടിച്ചെന്നാ? ഏത് ചേച്ചി? നാരായണ ചേച്ചി മേടിച്ചെന്നാണോ? ഇത് രാജലക്ഷ്മി ആന്റി മേടിച്ചെന്നാ. ആണോ? നാരായണിയുടെ കൂടെ ഇട്ടോ?
ഇട്ടോട് വാ ക്യാമറ വെച്ചിട്ട് ഫോണിൽ ഫോട്ടോ എടുത്തുക ഓക്കെ, നാളെ ഇടുമ്പോ നാരായണേട്ട കാണാേ. സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ പോന്നെ? അമ്മയുടെ സെലക്ഷൻ ആണ്. പിന്നെ അടുത്ത ദിവസം എന്നെയുണ്ട് പേട്ടക്ക്, പിന്നെ ശങ്കര മാമനുണ്ട്, എല്ലാരും ഉടുപ്പെടുത്ത സെക്കൻഡ് അവക്ക് ഉടുപ്പിടുവാണെങ്കിൽ പറയാം പേട്ടയ്ക്ക് ഇതെടുത്തോ. ഇതെന്റെ